നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഈ കേട്ടത് തലസ്ഥാന നഗരിയിലെ മലയോര ഗ്രാമമായ പാലോട് നന്ദിയോട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP എത്തിയപ്പോഴുണ്ടായ ആവേശ പ്രകടനങ്ങളാണ്. പലരും പറഞ്ഞിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം രാഹുൽ എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുവഴി SIR വിഷയം മറയ്ക്കാം, അതുവഴി സ്വർണ്ണ കള്ളക്കടത്ത് മറയ്ക്കാം, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ സഹായം നിന്ന വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ മറക്കാം എന്ന് പലരും കരുതിയിരുന്നിടത്ത് നിന്നാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം പൊങ്ങി വന്നത്, അല്ലെങ്കിൽ ഉയർന്നു വന്നത്. ആ വിഷയം വന്നതിൽ തന്നെ ഈ പറയുന്ന പോലെ പ്രധാനമായും കോൺഗ്രസിന് ഒരു തിരിച്ചടിയാകും, കോൺഗ്രസ് തോൽക്കാനുള്ള കാരണം ഇതായി തന്നെ മാറും, കോൺഗ്രസിന് വോട്ട് കുറയും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു തരത്തിലും ഏശിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഷാഫി എന്നാൽ രാഹുൽ എന്നാൽ ഷാഫി, രണ്ടുപേരും ഒരേ, അതായത് ഇരു ശരീരവും ഒരേ മനസ്സും എന്ന് പറഞ്ഞാണ് പലരും നടന്നിരുന്നത്. അല്ലെങ്കിൽ അവരും അങ്ങനെ തന്നെയാണ്. കാരണം ഒറ്റ ചങ്ങായിമാരാണ് രണ്ടുപേരെന്നും എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ത് തന്നെ വന്നാലും ആദ്യ കമ്പ് നീളുന്നത്, അല്ലെങ്കിൽ ആദ്യ ചൂണ്ടുവിരൽ നീളുന്നത്, ആദ്യ മൈക്ക് നീളുന്നത് ഷാഫിയിലേക്കാണ്. ഷാഫി എന്തു പറയും എന്നാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇത്രയും കത്തിക്കയറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ ജനങ്ങൾ പക്ഷേ ഷാഫിക്കെതിരെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും വിലയിരുത്തിയിരുന്നു. എന്നാൽ നേരെ മറിച്ചുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് വേണം പറയാം. ഷാഫി എത്തിയപ്പോൾ കോൺഗ്രസ്കാരല്ലാത്ത കുറെ അധികം സാധാരണക്കാരും, അതായത് നിഷ്പക്ഷരായ ജനങ്ങളും ഒക്കെ തന്നെ ഷാഫിയെ കാണാനായി എത്തിയിരുന്നു. ഷാഫിക്ക എന്ന് വിളിച്ച ഷാഫിയുടെ ചുറ്റും അവർ കൂടുകയായിരുന്നു. ഷാഫിയെ ആവേശ ആർപ്പ് വിളികളോടുകൂടിയാണ് എല്ലാവരും സ്വീകരിച്ചത് എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ഷാഫി നേരത്തെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു വ്യക്തിപരമായ വിഷയമാണ്. അതിന് കൃത്യമായി ആദ്യമേ തന്നെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു. പിന്നീട് ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു. എന്റെ വ്യക്തിപരമായ സൗഹൃദങ്ങളോ വ്യക്തിപരമായ അടുപ്പമോ ഒന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായം എടുക്കാനായി ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല, അങ്ങനെ ചെയ്തിരുന്നോ എന്ന് ഷാഫി ചോദിച്ചിരുന്നു. രാഹുലിന്റെ ഈ ഒരു പതനത്തിൽ ഷാഫിക്ക് സത്യത്തിൽ ഒരു വളരെ ദുഃഖമുണ്ട്. കാരണം ഷാഫി കൂടി കൈപിടിച്ച് ഉയർത്തിയതാണല്ലോ. ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രിൻസിപ്പാൾ എന്നടക്കം പറയുന്നവരുണ്ട്. രാഹുൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി ഷാഫിയാണ് എന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട്. ഷാഫി രാഹുലിന്റെ ഈ കൊളരുതായ്മകളെ കുറിച്ച് മാധ്യമങ്ങളോട് ചെറിയ സൂചനകൾ നേരത്തെ തന്നിട്ടുണ്ട് എന്നും പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. രാഹുലിനെ കാണുന്നത് പോലെ തന്നെയാണ് ഷാഫിയെ കാണുന്നത്. പാലക്കാട് രാഹുൽ ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പോലും ഷാഫി ഒരു വലിയ കാരണമായി മാറിയിട്ടുണ്ട് എന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഏശിയിട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഷാഫി വലിയ രീതിയിൽ തന്നെ ആവേശത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത്, അല്ലെങ്കിൽ അവിടെ സംസാരിച്ചത്. കൃത്യമായി സ്വർണ്ണക്കള്ളക്കടത്ത് SIRൽ ഒപ്പിട്ട സംഭവം, അതുപോലെ തന്നെ ഈ നമ്മുടെ ദേശീയപാതകൾ ഇടിഞ്ഞു താഴുന്ന സംഭവം, ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം, തിരുവനന്തപുരത്തെ നഗരസഭ മേയറുടെ ഭരണ ഈ കൊള്ളില്ലായ്മ, അതിനെക്കുറിച്ച് ഇവയെല്ലാം തന്നെ കൃത്യമായി തന്നെയാണ് ഷാഫി പറമ്പിലോട് ഊന്നി പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം വിഷയവും പറഞ്ഞിരുന്നു. ആ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണോ കോടതി നിലപാട് സ്വീകരിക്കേണ്ടത് കോടതി നിലപാട് സ്വീകരിക്കും. കോൺഗ്രസ്സുകാരനല്ല ഇനി രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നിന്ന് രാഹുൽ പുറത്തു പോയിരിക്കുകയാണ്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ നിന്നിരുന്നുവെങ്കിൽ ഷാഫിയോടൊപ്പം ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ തന്നെ ഇറങ്ങി ശക്തമായി തന്നെ നിറഞ്ഞ് കവിഞ്ഞ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഷാഫിയോട് ആർക്കും ഒരു വിരോധവുമോ ഇഷ്ടക്കേടോ ഇല്ല, ഷാഫിയോടുമില്ല, കോൺഗ്രസിനോടുമില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം.